നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് 2025 മാർച്ച് 29 നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശനി എന്ന് പറയുന്നത് ആയുർകാരകനും കർമ്മകാരകനുമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് ശനി തരുന്നത്. നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് നല്ല ഫലങ്ങളായിരിക്കും ശനി നൽകുക. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് 6-7 ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി 8ാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത് വെല്ലുവിളി നിറഞ്ഞ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഷ്ടമശനി എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് അസുഖങ്ങൾ അനുഭവിക്കുന്നവർ അത് കുറച്ചും കൂടി തീവ്രമാകാൻ പോകുന്നൊരു സമയമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് തക്കതായ ട്രീറ്റ്മെന്റ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് തലവേദന, സൈനസൈറ്റീസ്, ഉദരസംബന്ധമായ ഗ്യാസ്ട്രോ സംബന്ധമായ അസുഖങ്ങൾ, കാലുവേദന, കൈവേദന തുടങ്ങിയ ചെറിയ തോതിലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർ അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ ഈ കാലയളവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുമായിട്ട് അല്ലെങ്കിൽ വസ്തുവുമായി ബന്ധപ്പെട്ടെടുത്ത ലോണുകളൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ലോണുകളൊന്നും അടയ്ക്കാൻ പറ്റാതെ ഇരുന്നവർക്ക് അതൊക്കെ ചെറിയ തോതിലൊക്കെ അടച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു സമയമാണ് ഈ ശനിമാറ്റം വഴി ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ നിങ്ങൾക്ക് രോഗങ്ങളെ ചെറുക്കാനുള്ളൊരു ദൃഢനിശ്ചയം എടുക്കേണ്ടത് ആവശ്യമായി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദരസംബന്ധമായിട്ടും ശിരസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ അലട്ടാം. അതുവഴി മാനസിക സമ്മർദ്ദമൊക്കെ നമുക്ക് അനുഭവപ്പെടാം. അത് കുടുംബജീവിതത്തിലേക്കൊന്നും ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ശനിമാറ്റം വരുന്നതിന് മുമ്പ് തന്നെ അത് വ്യക്തമായി കണ്ടെത്തി അതിനുള്ള പരിഹാരം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങൾ വളരെ അനുകൂലമായി വന്നേക്കാം. നിയമപരമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും നിയമപരമായ ആനുകൂല്യം ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ഇതര ഭാഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും കേസൊക്കെ കൊടുത്ത് കോടതിയിലുള്ള കേസുകളൊക്കെ പരിഹാരം കാണാനും ഒക്കെ സാധിക്കുമെന്നർത്ഥം. നിങ്ങളുടെ പങ്കാളിയുടെ കുടുംബവുമായി നിങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണം ലഭിക്കും. ജോലിയുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ എന്തെങ്കിലും സഹായം ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നും അതിന് തക്കമായ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അതല്ലാതെയുള്ള എല്ലാ ആനുകൂല്യവും ലഭിക്കുമെന്നർത്ഥം. ഈ ശനി 2025 മാറുന്ന ഈ ശനി നിങ്ങളുടെ 10, 2, 5 ഭാവങ്ങളെ കൂടി സ്വാധീനിക്കുന്നുണ്ട്. 10ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഭാവമാണ്. 2ാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്. അപ്പോൾ ഈ 10, 2, 5 ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി തൊഴിൽപരമായ ഏറ്റക്കുറച്ചിലുകളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തൊഴിലിലൊരു ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചും കൂടി ദൃഢമാക്കാൻ ശ്രമിക്കുക. അവരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അവരുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. സഹപ്രവർത്തകരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് ജോലിഭാരം കുറയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ എത്താനും സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ജോലിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അത് കരിയറിൽ ഒരുപാട് ഉയർച്ചകൾക്കും സാധ്യതയുണ്ട്. ഇനി സ്ഥലമാറ്റമെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറുന്നതിന് അവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അനുകൂലമായ ഫലങ്ങൾ തരും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചകളൊക്കെ വരാൻ പോകുന്നൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യകാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. ജൂലൈ തൊട്ട് നവംബർ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ജൂലൈ നവംബർ മാസങ്ങളിൽ നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. ഈ കാലയളവിന് ശേഷം വരുന്നൊരു സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ജൂലൈ നവംബർ മാസങ്ങളിൽ എല്ലാ കാര്യത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെങ്കിലും
അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങളിലാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനുശേഷം വരുന്നൊരു കാലയളവ് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി ഇതിനെല്ലാം പരിഹാരമായിട്ട് നിങ്ങൾക്ക് ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും എള്ള് നിവേദ്യം നൽകുന്നത് നല്ലതാണ്. കൂടാതെ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ശിവന് ജലധാരയും ഭാഗ്യസൂക്തവും പിൻവിളക്കും നൽകുന്നതും നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ശനിമാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുക.